മഹാനായ അബൂബക്കറിൽ കത്താനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുന്ന് വലിയ മഹാനാണ്, വലിയ സൂഫിയാണ്. ആ മഹാനവരുകളെ പറയാണ്, സ്വഹിബനി റജുലുൻ, എൻ്റെ കൂടെ ഒരാള് വരികയാണ്, എൻ്റെ കൂടെ വരികയാണ് ഒരാള്. വക്കാന അലാ ഖൽബി സഖീല, ആ ആളെനിക്ക് മുമ്പ് ഒരു പരിചയവുമില്ല, യാതൊരു പരിചയവുമില്ല, അയാളെ ആരാണെന്ന് അറിയില്ല. പക്ഷേ ആ ആളെ കണ്ട മാത്രയിൽ തന്നെ എൻ്റെ മനസ്സിൽ അയാളോട് വേണ്ടാത്ത ചില വിചാരങ്ങൾ വന്നു പോകുന്നു. നമ്മളിൽ ചില ആളുകൾക്ക് ഒരു പരിചയവുമില്ലാത്ത ആളെ കാണുമ്പോ തന്നെ, ചില ആളുകളുടെ മുഖം കാണുമ്പോഴത്തേക്ക് ആ ആള് ശരിയില്ല എന്ന് നമ്മളങ്ങ് തീരുമാനിക്കുകയാണ്. അതെന്തേ അങ്ങനെ പറയാനുള്ള കാരണം? അപ്പൊ പറയും, ഓന്റെ മുഖം കണ്ടാ അറിയാം, ഓന്റെ മുഖം കണ്ടാ അറിയാം ഓനാള് ശരിയില്ല. മുഖം നോക്കി മനസ്സിലാക്കാൻ നമ്മൾ കുതുബുൽ ആലമിനെ പോലെയുള്ള ആളുകളൊന്നുമല്ല. നമുക്ക് നമ്മെ തന്നെ ഇതുവരെ മനസ്സിലായിട്ടില്ല. പക്ഷേ ഏതെങ്കിലും ഒരു സാധുവിനെ കാണുമ്പോഴത്തേക്ക് നമ്മൾ പറയും അയാള് ശരിയില്ല. മഹാനായ അബൂബക്കറുൽ കത്താനി മഹാനവറുകൾ പറയാൻ, വകാന അലാ ഖൽബി സഖീല, എൻ്റെ മനസ്സിന്റെ ഉള്ളിൽ ആ ആളോട് വേണ്ടാത്ത എന്തോ ഒരു ചിന്ത വന്നുപോയി. പക്ഷേ ആ വേണ്ടാത്ത ചിന്ത മനസ്സിൽ വന്നപ്പോഴത്തേക്ക് തന്നെ മഹാനായ അബൂബക്കറിൽ കത്താനി നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ബേജാറ് വന്നു പോവുകയാണ്. കാരണം നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ രക്ഷപ്പെടുന്ന ആളുകൾ ആരാണെന്നറിയുമോ? യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സുബ്ഹാനല്ലാഹ്. നിഷ്കളങ്കമായ കൽബോടുകൂടെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ഒന്ന് ചെല്ലാൻ കഴിയണം. ഈ ലോകത്തിൽ നിന്ന് മരിച്ചു പിരിയുമ്പോൾ ഒരാളോടും വൈരാഗ്യമില്ലാതെ ഒന്ന് മരിച്ചു പിരിയാൻ കഴിയണം. ഒരാളോടും ദേഷ്യമില്ലാതെ ഒന്ന് മരിച്ചു പിരിയാൻ കഴിയണം. അങ്ങനെ നല്ല സലീമായ, നല്ല നിഷ്കളങ്കമായ കൽബോടുകൂടെ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ ചെന്നാലല്ലേ നമുക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. മഹാനായ അബൂബക്കറിൽ കത്താനി തങ്ങൾ ചിന്തിക്കുകയാണ്, അല്ലാ, ഈ മനുഷ്യനോട് ആ ആൾക്ക് പൊരുത്തമില്ലാത്ത രൂപത്തിലുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു പോയല്ലോ. അതെങ്ങാനും ഞാൻ ആ മനുഷ്യനോട് പൊരുത്തപ്പെടിക്കാതെ മരണപ്പെട്ടു പോയാൽ അള്ളാന്റെ കോടതിയില് ഞാനങ്ങ് കുടുങ്ങിപ്പോകുമല്ലോ. ഞാനങ്ങ് ആ കോടതിയിൽ പരാജയപ്പെടുമല്ലോ. മഹാനായ അബൂബക്കറിൽ കത്താനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് അവിടുന്ന് ആ വലിയ ബേജാറുമായിട്ട് നടക്കുകയാണ്. അവിടുന്ന് മഹാനായ അബൂബക്കറിൽ കത്താനി തങ്ങളോട് ആ മനുഷ്യനെ വിളിക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. ആ മനുഷ്യനെ വിളിച്ചിട്ട് കുറച്ച് സ്വതക്ക നൽകുകയാണ്, സാമ്പത്തികമായ സഹായം നൽകുകയാണ്. എന്തിനാണ് നൽകിയതെന്നറിയുമോ? ആ സാമ്പത്തികമായ സഹായം നൽകുമ്പോൾ ആ മനുഷ്യനോട് എൻ്റെ മനസ്സിൽ തോന്നിയ തോന്നല് അതെങ്ങാനുമൊന്ന് മാറിക്കിട്ടിയാലോ എന്ന ചിന്തയാണ്. സുബ്ഹാനല്ലാഹ്. അവിടുന്നതാ ഒരു സംഭാവന നൽകുന്നു. ആ മനുഷ്യന് സ്വതക്ക നൽകുകയാണ്. ആ സ്വതക്ക നൽകിയിട്ടും ഈ അബൂബക്കറിൽ കത്താനി തങ്ങളുടെ മനസ്സിൽ നിന്ന് ഈ മനുഷ്യനോടുള്ള വേണ്ടാത്ത വിചാരം മാറിപ്പോകുന്നില്ല. അവസാനം
അബൂബക്കറിൽ കത്താനി തങ്ങള് ഈ മനുഷ്യനെ കൈപിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ആ മനുഷ്യനോട് വീട്ടിൽ നിന്ന് പറയുന്നു, നിങ്ങളുടെ കാലെടുത്ത് എന്റെ മുഖത്ത് നിങ്ങളുടെ കാല് കൊണ്ടൊന്ന് ചവിട്ടണം. അബൂബക്കറുൽ ഖത്താനി വലിയ മഹാനാണ്. ആ മഹാനവറുകൾ സാധാരണക്കാരനായ ഒരു മനുഷ്യനോട് തന്റെ മനസ്സിൽ വേണ്ടാത്ത രൂപത്തിലുള്ളൊരു ചിന്ത വന്നു പോയപ്പോൾ ആ ഒരു വിഷയം പൊരുത്തപ്പെടിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നല്ലൊരു സ്വതക്ക നൽകുകയാണ്. ആ സ്വതക്ക നൽകുമ്പോഴെങ്കിലും എന്റെ മനസ്സിലുള്ള വേണ്ടാത്ത വിചാരമൊന്ന് നീങ്ങിക്കിട്ടണം. പക്ഷേ ആ സ്വതക്ക നൽകിയിട്ടും ആ വിചാരം നീങ്ങിയില്ല. അവസാനം ആ വിഷയം തന്നെ മനസ്സിൽ നിന്ന് നീങ്ങിയാലല്ലാതെ അള്ളാഹുവിന്റെ കോടതിയില് ഞാൻ രക്ഷപ്പെടില്ല എന്ന ബേജാറ് കാരണം ആ സാധാരണക്കാരനായ മനുഷ്യനെയും വിളിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയതിന് ശേഷം മഹാനവറുകൾ ആ സാധാരണക്കാരനോട് പറയാൻ, അല്ലയോ സഹോദര, നിന്റെ ആ കാലെടുത്ത് എന്റെ കവിളത്തൊന്ന് ചവിട്ടു. സുബ്ഹാനല്ലാഹ്. ആ ആളുകൾ അവരുടെ മനസ്സിൽ ഈ ദുനിയാവിൽ ആരുടെ ചവിട്ട് കൊണ്ടാലും കുഴപ്പമില്ല, ആരുടെ പരിഹാസം ഏൽക്കേണ്ടി വന്നാലും വിഷയമില്ല, ആരുടെ അക്രമം ഏൽക്കേണ്ടി വന്നാലും വിഷയമില്ല. മറിച്ചോ നാളെ അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ കുടുങ്ങാതിരുന്നാൽ മതി. അതേ അവരുടെ ചിന്തയുള്ളൂ. അവിടുന്ന് ഈ സഹോദരനെ വിളിച്ചു കൊണ്ടുപോയിട്ട് പറയാണ്, നിങ്ങളുടെ കാല് കൊണ്ട് എല്ലാ മുഖത്തും ചവിട്ടുമോ സഹോദരാ? ഒരു വലിയ ആലിമ് മുഖത്ത് ചവിട്ടാൻ പറയുമ്പോഴത്തേക്ക് ചവിട്ടാൻ കഴിയുമോ? ആ മനുഷ്യൻ പറഞ്ഞു, ഞാനത് ചെയ്യൂല. അങ്ങേ വലിയ ബഹുമാനത്തോടെ കാണുന്ന ആളാണ് ഞാൻ. അങ്ങയുടെ മുഖത്ത് ഒരു മനുഷ്യന്റെ ശരീരത്തിലെ ഏറ്റവും സൂക്ഷ്മതയോടെ കൊണ്ട് നടക്കുന്ന അവയവമാണല്ലോ മുഖം. അതുകൊണ്ടാണല്ലോ സുജൂദിൽ തല നമ്മൾ താഴെ വെക്കുന്നത്, മുഖമുള്ള തല നമ്മൾ താഴെ വെക്കുന്നത്. അല്ലാഹുവിന്റെ മുന്നിലെ ഏറ്റവും പരിശുദ്ധമായി നമ്മൾ കണക്കാക്കുന്ന നമ്മളുടെ അവയവത്തെ കൊണ്ടുപോയി വെക്കുകയാണല്ലോ. അതാണല്ലോ സുജൂദ്. ഒരു നബിയുടെ മുന്നിൽ ചെയ്യാൻ പാടില്ല, ഒരു വലിയന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല, ഒരു രാജാവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് അല്ലാഹുവിന്റെ മുന്നിൽ മാത്രമല്ലേ പാടുള്ളൂ. അതേ അബൂബക്കറുൽ ഖത്താനി മുഖത്ത് ചവിട്ടാൻ വേണ്ടി പറഞ്ഞപ്പോ സാധാരണക്കാരൻ പറയുന്നു, ഞാൻ ചവിട്ടുകയില്ല. അപ്പോൾ അബൂബക്കറുൽ ഖത്താനി നിങ്ങൾ പറയാൻ, ഓ സഹോദരാ, നിങ്ങൾ ചവിട്ടാതെ ഞാൻ നിങ്ങളെ വിടൂല കേട്ടോ. ഇത് വെറുതെ ഒരു ഫോർമാലിക്ക് വേണ്ടി പറയുന്ന വിഷയമല്ല. ഇത് ആളുകളുടെ മുന്നിൽ ഒരു റിയാഇന് വേണ്ടി പറയുന്ന വിഷയമല്ല. ആളുകൾ എന്നെ കുറിച്ചൊരു മഹത്വം പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന് ചവിട്ടാൻ വേണ്ടി പറഞ്ഞതല്ല. മറിച്ചോ അള്ളാന്റെ കോടതിയില് ഈ അബൂബക്കറിനെ രക്ഷപ്പെടണമല്ലോ. അതിന് ആകെ മനസ്സിൽ ഇപ്പോഴും വലിയ ബേജാറായി നിൽക്കുന്നത് നിങ്ങളോട് എന്റെ മനസ്സിൽ തോന്നിയ വേണ്ടാത്ത വിചാരമാണ്. അതുകൊണ്ട് ചവിട്ടാതെ ഞാൻ ഇവിടുന്ന് വിടൂല കേട്ടോ. അവസാനം മഹാനായ അബൂബക്കറിൽ ഖത്താനി തങ്ങളുടെ നിർബന്ധം കാരണമായിട്ട് അബൂ
അബൂബക്കറിൽ കത്താനിയുടെ മുഖത്ത് ആ മനുഷ്യന്റെ കാല് വെക്കുന്നു. മഹാനായ അബൂബക്കറിൽ കത്താനി നിങ്ങൾ പറയാണ്, ഫസാല ദാലിക മിൻ ഖൽബി. ആ സാധാരണക്കാരൻ അദ്ദേഹത്തിന്റെ കാലിന്റെ മുഖത്ത് വെച്ചപ്പോ ആ ആളോട് എന്റെ മനസ്സിന്റെ ഉള്ളിൽ തോന്നിപ്പോയ ആ വേണ്ടാത്ത വിചാരോ അതങ്ങ് മാറിക്കിട്ടുന്നു. ഇത് ഞാൻ ഏതെങ്കിലും ഒരു നോവലിലെ കഥ എടുത്തുകൊണ്ട് വയല് പറയുകയില്ല, മറിച്ചോ മഹാനായ അബൂ ഹാമിദുൽ ഗസാലി തങ്ങള് അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിലെ വിഷയം നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഈ ഐനുൽ നൂറിന്റെ മജ്ലിസിന്റെ ഭാഗമായിട്ട് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ, ഓ സഹോദരന്മാരെ, എന്റെയും നിങ്ങളുടെയും മനസ്സില് ഏതെങ്കിലും ഒരാളോട് അനാവശ്യമായ തോന്നലുകളുണ്ടോ? അനാവശ്യമായ ചിന്തയുണ്ടോ? ഈ ഐനുൽ നൂറിലെ പ്രകാശപൂരിതമായ മജ്ലിസിൽ വെച്ച് അതിനെ അങ്ങ് കരിച്ചിട്ട് അതിനെ അങ്ങ് വൃത്തിയാക്കണേ. അല്ലാഹുവേ, ഖുതുബുൽ ആലമിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ മനസ്സ് നീ ഒന്ന് നന്നാക്കണം റഹ്മാനേ. സുബ്ഹാനല്ലാഹ്. അബൂബക്കറിൽ കത്താനി തങ്ങള് ഒരാളോട് മോശം വിചാരം തോന്നിയപ്പോൾ ആ ആളുടെ കാലെടുത്തിട്ട് മുഖത്ത് ചവിട്ടാൻ വേണ്ടി പറയുകയാണ്. നമ്മളെങ്ങാനും അങ്ങനെ ഒന്ന് ഒരുങ്ങിയാലോ എത്ര ആളുകളെ കൊണ്ട് മുഖത്ത് ചവിട്ടിക്കേണ്ടി വരും. സുബ്ഹാനല്ലാഹ്. പള്ളിയിലെ ഉസ്താദിനെ പിടിക്കൂല, പള്ളിയിലെ ഉസ്താദിനെ പറ്റൂല, പള്ളിയിലെ വാങ്ക് കൊടുക്കുന്ന ആളെ നമുക്ക് പിടിക്കൂല, വീട്ടിലെ ഭക്ഷണം വെക്കാൻ വരുന്ന ആളെ നമുക്ക് പറ്റൂല. സുബ്ഹാനല്ലാഹ്. കാണുന്ന ഒരാളെയും നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവരെ കുറിച്ചെല്ലാം മോശമായ കമന്റ് അടിക്കലാ നമ്മുടെ പരിപാടി. ഈ രൂപത്തില് നമ്മുടെ മനസ്സിൽ ആരോടെല്ലാം വേണ്ടാത്ത വിചാരങ്ങൾ വന്നു പോയിട്ടുണ്ടോ അവരെല്ലാം നമ്മൾ സമീപിക്കാൻ ഒരുങ്ങിയാല് സുബ്ഹാനല്ലാഹ്, ഇനിയുള്ള ആയുസ് മുഴുവനോ അതിനു വേണ്ടി മാറ്റിവെക്കേണ്ടി വരൂലേ.